നമസ്കാരം. അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാന കരാറിലേക്ക് എത്തുന്നതിൽ മധ്യസ്ഥത വഹിച്ച രാജ്യം പാകിസ്ഥാനാണ്. അതിനെ തുടർന്ന് പാകിസ്ഥാനെ അനുകൂലിച്ചുകൊണ്ട് അമേരിക്കയിലെ പ്രമുഖരായ പലരും രംഗത്തെത്തിയിരുന്നു. ഇതിലേറ്റവും പ്രധാനി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം സ്വിറ്റ്സർലൻഡിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞങ്ങൾ പാകിസ്ഥാനെ സ്നേഹിക്കുന്നു എന്നായിരുന്നു. വി ലവ് പാകിസ്ഥാൻ എന്നായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ യുദ്ധത്തിന് വിരാമമിടുന്നതിന് പാകിസ്ഥാനെ പോലെയുള്ള ഒരു രാജ്യം വഹിച്ച പങ്ക് വളരെ സുദീർഘമാണ് എന്നും അമേരിക്ക ഇറാനും തമ്മിൽ സമാധാന കരാറിൽ എത്തിച്ചേരുന്നതിൽ പാകിസ്ഥാൻ വഹിച്ച പങ്കിനെക്കുറിച്ച് എടുത്തു പറഞ്ഞ JD വാൻസ് താൻ ജീവിതത്തിലേറെ ഇഷ്ടപ്പെടുന്ന രണ്ടുപേർ, ഒന്ന് ഇന്ത്യക്കാരായ തൻ്റെ ഭാര്യ ഉഷ വാൻസും മറ്റൊന്ന് പാകിസ്ഥാൻ്റെ സൈനാ മേധാവിയായ അസീം മുനീറുമാണ് എന്നും കുറേ നാൾ മുമ്പ് വ്യക്തമാക്കിയിരുന്നു. അതുതന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം സ്വിറ്റ്സർലൻഡിൽ വീണ്ടും ആവർത്തിച്ചത്. ഏതായാലും പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ തന്നെ ഇതിന് വലിയ പ്രാധാന്യത്തോടു കൂടി ഈ വാർത്ത നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിന് തൊട്ട് പിന്നാലെ അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ തന്നെ, സ്വന്തം പാർട്ടിയിലെ തന്നെ പ്രധാനപ്പെട്ട സെൻറ്റർമാരെല്ലാവരും തന്നെ ഇപ്പോൾ JD വാൻസിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. അവർ പറയുന്നത്, എന്തിനാണ് JD വാൻസ് ഈ പാകിസ്ഥാനെ പോലെയുള്ള ഒരു രാജ്യത്തെ ഇങ്ങനെ പുകഴ്ത്തുന്നത് എന്നാണ്. പാകിസ്ഥാൻ ഒരു കാലത്തും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു രാജ്യമാണ് എന്നാണ് അവർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. കൂടാതെ അവർ പറയുന്നത്, ഇപ്പോൾ ഈ ഇറാൻ അമേരിക്ക യുദ്ധം നടന്ന സമയത്ത് പോലും മനസ്സുകൊണ്ട് പാകിസ്ഥാൻ ഇറാൻ്റെ ഭാഗത്തായിരുന്നുവെന്നും ഇറാന് ഒരുപക്ഷെ രഹസ്യമായി ഇവർ പല സഹായങ്ങളും ചെയ്തു കൊടുത്തിരുന്നിരിക്കാം എന്നും അവർ ആരോപിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ അവർ ഉന്നയിച്ച ഏറ്റവും വലിയ ആരോപണം, തീവ്രവാദ നേതാവായ ബിൻ ലാദനെ പാകിസ്ഥാനിലെ അബട്ടബാദിൽ വർഷങ്ങളോളം അഭയം നൽകിയത് പാകിസ്ഥാന് ആണ് എന്നുള്ള കാര്യമാണ്. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ കൂടി സുരക്ഷാ വലയത്തിനുള്ളിലാണ് അന്ന് ബിൻ ലാദൻ താമസിച്ചിരുന്നത് എന്നുള്ള കാര്യം ഈ സെനറ്റർമാർ പ്രത്യേകം JD വാൻസിനെ ഓർമ്മിപ്പിക്കുന്നു. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ തീവ്രവാദി ആക്രമണങ്ങൾ നടത്തുന്നതിന് ചുക്കാൻ പിടിച്ച, അതിന് മേൽനോട്ടം വഹിച്ച, അതിനെല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത ബിൻ ലാദനെ സംരക്ഷിച്ച രാജ്യത്തിനെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക എന്നാണ് ഈ സെനറ്റർമാർ ഇപ്പോൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ JD വാൻസ് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധയോടെ വേണം പറയാൻ എന്നും അവർ താക്കീത് നൽകുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു സുവർണ അവസരമായി മുതലെടുക്കാനുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധമെല്ലാം അവസാനിപ്പിച്ചത് തങ്ങളാണ് എന്ന് നിരന്തരമായി പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയും സൈന്യാധിപനും അവകാശപ്പെടുന്നുമുണ്ട്. പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയാകട്ടെ ലോകത്തെ പല സുപ്രധാന വേദികളിലുമൊക്കെ തന്നെ എത്തി അദ്ദേഹം സ്ഥിരമായി അപമാനിതനാകുന്നത് പതിവാണ്. പക്ഷേ അവിടെ ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് പണ്ടത്തെ പോലെ തന്നെ സൈന്യാധിപനാണ്. അസീം മുനീറിനെ അമേരിക്ക നൽകിയിട്ടുള്ളത് ഒരു രാഷ്ട്രത്തലവൻ്റെ സ്ഥാനമാണ്. പലതവണ അമേരിക്കൻ സന്ദർശനം നടത്തിയ ഈ അസീം മുനീറിന് ഒരു രാഷ്ട്രത്തലവന് നൽകുന്ന തരത്തിലുള്ള സ്വീകരണവും വരവേൽപ്പും ആ പദവിയുമാണ് അമേരിക്ക നൽകിയിരുന്നത്. സാധാരണയായി ഓരോ രാജ്യത്തെയും പ്രസിഡന്റിനോ പ്രധാനമന്ത്രിക്കോ മാത്രം സന്ദർശിക്കാൻ കഴിയുന്ന, അമേരിക്കയുടെ പ്രധാനപ്പെട്ട പ്രതിരോധ നിലയങ്ങൾ ഉൾപ്പെടെയുള്ളവ സന്ദർശിക്കാൻ മറ്റു രാജ്യങ്ങളിലെ പ്രസിഡന്റുമാർക്കും പ്രധാനമന്ത്രികൾക്കും മാത്രമേ കഴിയുകയുള്ളൂ. അവിടേക്ക് പാകിസ്ഥാനിൽ നിന്നെത്തിയ ഈ അസീം മുനീറിനെ പലതവണ അമേരിക്കൻ അധികൃതർ കൂട്ടിക്കൊണ്ടുപോയതൊക്കെ തന്നെ ഇതിൻ്റെ സൂചനയായിട്ടാണ് കാണുന്നത്. അമേരിക്ക പാകിസ്ഥാനെ തങ്ങളുടെ കൂടെ നിർത്താനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പാകിസ്ഥാനുള്ള പ്രത്യേക സ്നേഹമാണ്. ഡൊണാൾഡ് ട്രംപിനെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് പോലും ശുപാർശ ചെയ്തത് പാകിസ്ഥാനാണ്. എന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് ഇത് അമേരിക്ക വ്യംഗ്യമായി നിർദ്ദേശിച്ചിട്ടും നമ്മളത് ചെയ്തില്ല എന്നുള്ള ദേഷ്യവും ഡൊണാൾഡ് ട്രംപിന് ഇന്ത്യയോടുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, ഈ യുദ്ധം അവസാനിച്ചു എന്ന് പറയാമെങ്കിലും ഇപ്പോഴും ഇസ്രായേൽ അവരുടെ നിലപാട് തുടരുക തന്നെയാണ്. അവർ ലെബനനിൽ ഇപ്പോഴും ആക്രമണം നടത്തുകയാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇറാൻ നാളെ ആണവായുധം ഉണ്ടാക്കുകയില്ല എന്ന് എങ്ങനെ ഉറപ്പു പറയാൻ കഴിയും എന്നാണ് ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സെനറ്റർമാർ ചോദിക്കുന്നത്. മാത്രമല്ല, സമാധാന ശ്രമങ്ങൾക്ക് മധ്യസ്ഥരായിരുന്ന പാകിസ്ഥാൻ ഒരുപക്ഷെ തങ്ങളുടെ ഭാഗത്തു നിന്ന് ആണവായുധ നിർമ്മാണത്തിന് ഇറാന് സഹായം നൽകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല എന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു കാരണവശാലും പാകിസ്ഥാനെ വിശ്വസിക്കരുത് എന്ന് തന്നെയാണ് JD വാൻസിനോട് അവർ ആവശ്യപ്പെടുന്നത്. ഒരുപക്ഷെ അടുത്ത തവണ JD വാൻസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുക, അദ്ദേഹം വിജയിക്കുകയും ചെയ്താൽ അന്ന് അദ്ദേഹം ഒരുപക്ഷെ പാകിസ്ഥാൻ എന്ന് ട്രംപ് നൽകുന്നതിനേക്കാളും കൂടുതൽ സ്ഥാനം നൽകുമോ എന്നുമൊക്കെ തന്നെ അവർ പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ആഗോളതലത്തിൽ വീണ്ടും താരങ്ങളാവാനുള്ള അതല്ലെങ്കിൽ നഷ്ടപ്രതാപം തിരിച്ചു പിടിക്കാനുള്ള പാകിസ്ഥാൻ നീക്കങ്ങൾക്ക് ശക്തമായ തിരിച്ചടിയായിട്ട് വേണം ഈ അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ തന്നെ സെനറ്റർമാരുടെ ഈ ഒരു രൂക്ഷമായ വിമർശനത്തെയും JD വാൻസിന് നൽകിയ മുന്നറിയിപ്പിനെയും നമ്മൾ നോക്കിക്കാണാം.